രാജ്യതലസ്ഥാനത്ത് വിവിധ തരത്തിലുള്ള പീഡനങ്ങൾക്ക് ഇരകളായവർ നീതിക്കായി കാത്തിരിക്കേണ്ടി വരുന്നത് വർഷങ്ങളോളം. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിക്കുമ്പോൾ പല കേസുകളിലും വിചാരണ പോലും ആരംഭിച്ചിട്ടില്ല. 2016 രജിസ്റ്റർ ചെയ്യപ്പെട്ടത് 2155 കുറ്റകൃത്യങ്ങളാണെങ്കിൽ കുറ്റപത്രം തയ്യാറാക്കിയത് 780 എണ്ണത്തിൽ മാത്രമാണ്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടതും ചർച്ച ചെയ്യപ്പെട്ടതുമായ സംഭവമാണ് നിർഭയ. 2016 ഡിസംബർ 16 സംഭവത്തിൽ പ്രതികൾക്ക് ശിക്ഷ ഉറപ്പുവരുത്തുന്നതിനായി ആ കുടുംബത്തിനെ പോരാടേണ്ടി വന്നത് 4.5 വർഷം. നിർഭയ കേസ് ഒരു ഉദാഹരണം മാത്രം. 2013 മുതൽ 16 വരെയുള്ള പീഡന കേസുകളുടെ കണക്കുകൾ മാത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാം ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ഇഴച്ചിൽ എത്രത്തോളമാണെന്ന്. 2013 രജിസ്റ്റർ ചെയ്ത 1636 പീഡന കേസുകളിൽ 1342 എണ്ണവും 2014 2166 1682 2015 2199 1609 എണ്ണവും വിചാരണ നീണ്ടുപോകുന്നവയിൽ ഉൾപ്പെടും. കൂടുതലായിട്ടും ഞാൻ കണ്ടിരിക്കുന്ന എൻ്റെ അനുഭവത്തിൽ ഡിഫൻസ് ലോയേഴ്സ് ഫ്രീക്വൻറ്റ് അഡ്ജോൺമെൻറ്റ്സ് എടുക്കുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. അതവർ മനഃപൂർവ്വം ചെയ്യുന്നതാണ് നിസ്സാരമായ കാര്യങ്ങളിൽ ട്രയൽ നീട്ടിക്കൊണ്ടു പോകാനായിട്ട്. റിപ്പോർട്ട് ചെയ്ത സ്ത്രീകൾക്കെതിരായ അതിക്രമ കേസുകളുടെ കാര്യത്തിലും സമാന സ്ഥിതി തന്നെ. 2015 ഡൽഹി വനിതാ കമ്മീഷൻ കണക്കുപ്രകാരം ഡൽഹി രോഹിണി ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ കെട്ടിക്കിടക്കുന്ന കേസുകൾ മാത്രം 7000-ഓളമുണ്ട്. അടിയന്തരമായി പരിശോധിക്കേണ്ടതായ സാമ്പിളുകളിൽ എത്രയെണ്ണത്തിന്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടാകുമെന്നതും നിയമ നടപടികളെ ബാധിക്കും. കേസിൽ നിന്നും പിന്മാറാനുള്ള സമ്മർദ്ദവും നീതിന്യായ വ്യവസ്ഥയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും കേസുകളുടെ മുന്നോട്ടുപോക്കിനെ ബാധിക്കുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ. ക്യാമറ പേഴ്സൺ അനൂപ് സിപിക്കൊപ്പം മിജി ജോസ്, മീഡിയ 1, ഡൽഹി.